നമുക്ക് പരിപ്പ് കഴുകിയിട്ട് ഇറശ്ശേരിൻ്റെ പണി നോക്കാം. ഇത് ചേന ഇറശ്ശേരീൻ്റെ അകത്തിടാനാണ്. ഇതും നല്ല പച്ചക്കായ ഉണ്ടല്ലോ, നേന്ത്രക്കായ, അതും കൂടി രണ്ടും കൂടി അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കണം പരിപ്പിൻ്റെ കൂടി ഇട്ടിട്ട്. ഇതിങ്ങനെ ചെറുങ്ങനെ ചെത്തിയിടണം, പൂളക്കിഴങ്ങൊക്കെ മുറിച്ചിടുന്ന മാതിരി. ഇതിൻ്റെ അകത്ത് പച്ചക്കായൂടെ പരിപ്പ് ഇട്ടിട്ട് മൂന്നും കൂടി വേവിച്ചിട്ട് അതാണ് ഇറശ്ശേരി ഉണ്ടാക്കുക. പച്ചക്കായ എന്ന് പറഞ്ഞാൽ ഇറശ്ശേരിക്ക് നുറുക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെ ഏങ്കിളായിട്ട് ഇങ്ങനെ ചെത്തണം, ഇങ്ങനെ മുറിച്ചിടണം ഇറശ്ശേരീൻ്റെ കായ. ചേനയും കായും കൂടി രണ്ടും കൂടി മുറിച്ചിട്ടതാണ്. ഇതിന് കഴുകിയിട്ട് പരിപ്പിൻ്റെ കൂടി ഇട്ട് നമുക്ക് വേവിക്കണം. നല്ലോണം വേവിച്ചിട്ട് പിന്നെ തേങ്ങ അരച്ചിട്ട് ഇതിൽ ഇട്ടിട്ട് ഒരു ഇറശ്ശേരി ഉണ്ടാക്കണം. നമുക്ക് പരിപ്പ് വേവിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഈ കായയും ചേനയും കൂടി ഇടുന്നു. ഈ പരിപ്പാണ് നമ്മൾ അടുപ്പത്ത് വെക്കുന്നത്. പരിപ്പ് കഴുകിയിട്ടിട്ട് ഇതിൻ്റെ കൂടെ തന്നെ മുറിച്ചിട്ട കഷ്ണങ്ങൾ ഇട്ടിട്ട് മൂന്നും കൂടിയും വേവിക്കുക നല്ലോണം. ഇതിൽ പരിപ്പിൽ വെള്ളം പരുന്നേ. ഇതപ്പം പച്ചക്കായയും ചേനയും കൂടിയാണ് പരിപ്പിൻ്റെ കൂടി ഇട്ടത്. ഇതിൻ്റെ മൂന്നും കൂടി ഇനി വെന്തിട്ട് നമുക്ക് ഇതിൽ മുളകെല്ലാം ഇടണം. പച്ചമുളക്, ഇനി മുളക് ഇടുന്നുണ്ടേ. കുറച്ച് മുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പും ഇടും കുറച്ച്. മൂന്നും കൂടി ചേർത്ത് നല്ലോണം വേവണം. നമ്മളെ ഇറശ്ശേരീൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് തേങ്ങ അരച്ച് കലക്കിപ്പാരാം. അരച്ച് വെച്ച ഇവിടെ ഉണ്ട്. ഇതിലേക്ക് ഒഴിക്കണം. നല്ലോണം ഇളക്കിയിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഇതാ. കറിവേപ്പില ഇതിലിടുന്നുണ്ട് കേട്ടോ. ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി മൂടി വെക്കട്ടെ. ഇറശ്ശേരിയിലേക്കുള്ള വറവിന് വേണ്ടിയിട്ട് പേരെന്താ വിളിച്ചത്? കടുകിടുകയാണേ. ഉള്ളി ഇടുന്നുണ്ട്, പിന്നെ തേങ്ങ, ജീരകം, ചുവന്ന മുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ വറവിടുക. ഇത് വറവ് ഇട്ടിന് കേട്ടോ. തേങ്ങ വറുത്ത് തിരിഞ്ഞത് അതാ. ഇത് ഇറശ്ശേരിയാണ്. ഇളശ്ശേരി എന്ന് പറയുന്നത് വേറെ ഉണ്ട്. ഇത് ഇറശ്ശേരി. ചേന, കായ, പരിപ്പ് ഇത് മൂന്നും കൂടി വേവിച്ചിട്ട് തേങ്ങ നല്ലോണം അരയണ്ട, കുറച്ച് ഭാഗം അരച്ചിട്ട് ഇതിൽ ചേർക്കുക. എന്നിട്ട് നല്ലോണം പതിച്ചിട്ട് പിന്നെ തേങ്ങ, ജീരകം, ഉള്ളി ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ നല്ലോണം വറുത്ത് ഇതിൽ ചെരിയുക. ഇതാണ് ഇറശ്ശേരി. ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഞാൻ വെക്കുന്ന മാതിരി ഒന്ന് വെച്ച് നോക്കുക. നമുക്കറിയാലോ അന്നേരം എൻ്റെ രുചി.